ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തിരുവല്ലാമലക്കാർ നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നത്. ഈ പുതിയ വോട്ടുകൾ ചേർത്ത് 10,000-ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് കൂടുതൽ? എല്ലാവരും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും BJP അല്ലെങ്കിൽ വോട്ട് ചേർത്തിട്ടുണ്ടോ? ഇവിടെ എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് BJP ആണ്. 6,500 മുകളിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. 6,500 വോട്ട് ചേർന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകളാണ് വിവിധ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ആ സംഭവം ഉണ്ടായി. അത് എത്രത്തോളം പ്രതീക്ഷ തരുന്നുണ്ട്? ഈ മണ്ഡലത്തിൽ ഏറെക്കുറെ ഒരു 600ഓളം കുടുംബങ്ങൾ ഈ അടുത്ത കാലത്ത് BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുതിയ ആളുകൾ പാർട്ടിയോടൊപ്പം ചേരാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ചേലക്കരയുടെ മാറ്റം അത് ഇത്തവണ BJPയിലൂടെ ആയിരിക്കും. ചേലക്കരയുടെ വിധി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? ചേലക്കരയുടെ വിധി പറയുമ്പോൾ ഇവിടെ അടിസ്ഥാന വികസനം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാരും സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണോ? അതെ അതെ, ആ ഭരണവിരുദ്ധ വികാരം ദേശീയ തലത്തിൽ BJPക്ക് ഉണ്ടായ ആ ഗുണം അത് ഇവിടെ ചേലക്കരയിൽ BJPക്ക് അനുകൂലമായി മാറും. ഈ പോളിംഗ് ശതമാനം ഉയരുന്ന പ്രതീക്ഷയുണ്ടോ? ഉയർന്നാൽ എങ്ങനെ ഗുണം ചെയ്യുമോ BJPക്ക്? എന്താണ് അതിൻ്റെ പ്രതീക്ഷ? BJP പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും. അതെന്തായാലും BJPക്ക് അനുകൂലമായി മാറും. വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര സഹായം കിട്ടാത്തത് വലിയ ചർച്ചയായിരുന്നു ഈ 3 മണ്ഡലങ്ങളിലും. കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പണം അവിടെ കൃത്യമായിട്ട് വരും. അത് ചെയ്യാൻ സർക്കാർ ബോധിപ്പിക്കാത്തതാണ് കാരണം. അതെ അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ച് PV അൻവറിനോട് പറഞ്ഞ് 12 കോടി രൂപ വെച്ച് 3 മുന്നണികളും ചിലവഴിച്ചു. അങ്ങനെ വലിയ പണ ഒഴുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ മുന്നണികളുടെ ഭാഗത്ത്? അദ്ദേഹത്തിന് എന്തും പറയാം. അതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ആളെന്താ വെച്ച് പറയട്ടെ. 25,000 വോട്ടായിരുന്നു. ഇത്തവണ എത്ര പ്രതീക്ഷിക്കുന്നത് BJPക്ക് മാത്രമായിട്ട്? ഇത്തവണ BJP വിജയിക്കും. 50,000-ന് മുകളിൽ വോട്ട് BJPക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് പല സംസ്ഥാനങ്ങൾ അതിനുശേഷം ദുരന്തം നടന്ന സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്തു കഴിഞ്ഞു. ഈ കേരളത്തോട് മാത്രം എന്താണ് ഒരു അവഗണന? കൊടുത്ത സംഖ്യ കൃത്യമായി വിനിയോഗിക്കാൻ ആദ്യം സർക്കാർ തയ്യാറാവണം. അല്ല, വയനാടുമായി ബന്ധപ്പെട്ട് പണം അതിന് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഫണ്ട് എത്തും. ഈ മണ്ഡലത്തിൽ ഈ സംവരണ വിഭാഗങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി നടക്കാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇത്ര വർഷമായിട്ട്. ഇപ്പോഴും ഇവിടെ ഏറ്റവും അധികം ഈ സാധാരണ പട്ടികജാതിക്കാരായ ആളുകളുള്ള സ്ഥലമാണ്. പക്ഷെ അവരൊന്നും വളരെ മോശം അവസ്ഥയിലാണ് കഴിയുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും ഒരു മാസത്തോളമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. നിങ്ങൾക്കതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക ഈ മണ്ഡലം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ്.